കൊട്ടിഘോഷിക്കപ്പെടുന്ന വികസനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ദേശീയപാത വികസനത്തിലെ പാളിച്ചകൾ ഓരോ ദിവസവും ഭയത്തോടെ കാണേണ്ട അവസ്ഥ. ഇന്ന് കൊല്ലം മൈലക്കാട്ട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്കൂൾ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നമ്മൾ ആദ്യം വിചാരിച്ച് വണ്ടിയുടെ എന്തോ പ്രശ്നമാണെന്ന്. അപ്പോൾ പിന്നെ സ്ലോ ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ഒരു വശം കൊണ്ട് അങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഇതൊക്കെ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് ഇറങ്ങി ഓടി. എല്ലാവരും ഇറങ്ങി ഓടുകയോ ചെയ്തത്. പിറകിലുള്ള സ്കൂൾ ബസ്സിലും ഒക്കെ കുട്ടികളുണ്ടായിരുന്നു. മുമ്പിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോക്കാരൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പോയി. അപ്പം അയാൾ എത്തിക്കഴിഞ്ഞിട്ട് അത് പൊട്ടി തുടങ്ങിയത്. ഇറങ്ങി വരുന്ന വഴിക്ക് അപ്പോഴും മേളിൽ നിന്ന് വണ്ടി വരുമ്പോൾ വിറവ് കയറുന്ന സൗണ്ട്, ഒപ്പടപടാ സൗണ്ട്, റോഡെല്ലാം കൂടെ ഇല്ല വിണ്ട് കയറുന്നു. അപ്പോഴത്തെ ഞാൻ വണ്ടി സൈഡിലോട്ട് അങ്ങ് ഒതുക്കി. പിന്നെ കുട്ടികളെല്ലാം കൂടെ അപ്പുറത്തെ വീട്ടിലോട്ട്, ഞാനും വെൽപ്പർ ആൻറ്റി കൂടെ ചേർന്ന് കുട്ടികളെ അപ്പുറത്തെ വീട്ടിലോട്ടാക്കി. പേടി, പിള്ളേരെല്ലാം നിലവിളിയായിരുന്നു. റൈറ്റ് സൈഡിൽ കൂടെ വന്നോണ്ട് അപ്പം ഈ സൗണ്ട് കേട്ടെങ്കിൽ ലെഫ്റ്റിലോട്ടങ്ങ് ഒതുക്കി മാക്സിമം. പിന്നെ ഒതുക്കാകത്തെ, പിന്നെ വയലാ, അല്ലെ സ്ഥലം ഉണ്ടാകും, പിന്നെ താഴോട്ടങ്ങ് ഒതുക്കായിരുന്നു. അവിടെ വരെ വണ്ടി പോത്തുള്ളൂ. ദേശീയപാത അതോറിറ്റിയുടെ അഴിമതി വ്യക്തമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. അപ്പോൾ എന്ത് കൺസ്ട്രക്ഷൻ സുരക്ഷയാണ് അവിടെ നടത്തിയിരിക്കുന്നത്? ഏത് മെറ്റീരിയൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അവിടെ ഉപയോഗിച്ച മണ്ണിനെക്കുറിച്ച് ആളുകൾ പരാതി പറയുന്നുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രാവശ്യവും കലക്ടർ വന്ന് അവിടെ പരിശോധിച്ചിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ദേശീയപാത ദുരന്തം വിളിച്ചു വരുത്തുകയാണ്. ഈ ദേശീയപാത ദുരന്ത പാതയാക്കാൻ അവരുടെ തന്നെ പ്രവൃത്തിയാണ്. നമുക്ക് ദേശീയപാത നിർമ്മാണത്തിന് എല്ലാവരും യോജിച്ച് സഹകരിക്കുന്നുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുമായിട്ട് സഹകരിക്കുന്നത് നാട്ടിൽ നല്ലൊരു പാത വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ പാതയിലൂടെ യാത്ര ചെയ്താൽ മനുഷ്യജീവൻ വിലയുണ്ടാകില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കണ്ടേ? അപകടകരമായ സാഹചര്യമെന്ന് ചാത്തന്നൂർ MLA GS ജയലാൽ പറഞ്ഞു. വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇത് പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് പരിശോധിക്കേണ്ട സംഗതിയാണ്. വളരെ അപകടകരമായൊരു സിറ്റുവേഷൻ ആണല്ലോ. ഇപ്പോൾ ഭാഗ്യത്തിനാണ് ഈ ആളുകൾ ഇപ്പോൾ രക്ഷപ്പെട്ടത്. അപ്പോൾ അത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. ഇതൊരു വലിയ പ്രോജക്റ്റ് അല്ലേ. ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം വേണം. തുടക്കം മുതൽ തന്നെ നമ്മൾ കേരളത്തിൽ ഈ പൊതു ആവശ്യം വന്നതാണ്. ഇതിന്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഒരുപാടാവുമെന്ന് പറഞ്ഞുകൊണ്ട് NHAI കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഗവൺമെന്റും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. വിഷയത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് അടിയന്തര റിപ്പോർട്ട് തേടി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺരാജ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി വാഹനങ്ങൾ ആ സമയം അതുവഴി കടന്നു പോവുകയായിരുന്നു. ഒരു സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ആ സമയത്ത് മൈലക്കാട് വഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദിലീപ് കുമാർ, 4 മണിയോടെയാണ് സംഭവം. ഈ സ്ഥലത്ത് ഇത്തരത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലാണ് വലിയ ശബ്ദം ഇവിടെ നിന്ന് കേട്ടത്. അവിടെ നിന്ന് ഈ ശബ്ദം കേട്ടതിന് പിന്നാലെ നാട്ടുകാർ ഇവിടേക്ക് ഓടിയെത്തിയപ്പോൾ ഒരു ഭാഗം പൂർണ്ണമായും ഇവിടേക്ക് ഇടിഞ്ഞു താന്നതാണ് കാണുന്നത്. നമ്മുടെ പ്രാദേശിക ലേഖനം ഇവിടെ നിന്ന് ആദ്യം നമുക്ക് ഈ വിവരങ്ങൾ തരികയും ചെയ്ത ബിജു ഖാനാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത്. എന്താണ് ഇവിടെ ആദ്യം വന്നപ്പോൾ കണ്ടത്? നമ്മളൊരു ചെറിയ ശബ്ദം കേട്ട് ഓടി വന്നപ്പോഴേക്കും ഈ റോഡ് രണ്ടായിട്ട് വിണ്ട് കീറി അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടികൾ 2 സൈഡിലും ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്, അത് ഈ റോഡിന്റെ അങ്ങോട്ട് മാറി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോയത്. പോകാൻ പറ്റാത്ത, അത് ബസ്സിലൊരു 10-30 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ ഡ്രൈവറെ ഇതിൽ നിന്ന് ഇറക്കി സേഫായിട്ട് അവർ രണ്ടുപേരും മാറ്റി അങ്ങോട്ട് മാറ്റി. പിന്നെ ഈ ശബ്ദം കേട്ട് ഞങ്ങൾ ഓടി വന്നിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഓടിക്കൂടി എൻ്റെ മാറ്റിയെടുത്ത്. ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ദിലീപ് കുമാർ, ഒരു സൈഡ് പൂർണ്ണമായും ഇടിഞ്ഞ് മറുവശത്തേക്ക് താന്നിരിക്കുകയാണ്. ഈ സമീപത്തെ പോസ്റ്റുകളിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായും ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ്. ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിലും ജീവനക്കാരെത്തി. കാരണം തുടർന്നും ഇത്തരത്തിൽ ഈ ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ച് ജില്ലാ കളക്ടർ അടക്കമുള്ളവരുടെ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നുണ്ട്. കാരണം ഏതെങ്കിലും
തരത്തിൽ തുടർന്നും ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഭീഷണിയാണ്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിൽ തുടക്കം മുതൽ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധി MLA കൂടിയായ ജയലളിതടക്കം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇതിൽ തുടക്കത്തിലെ അപാകതയുണ്ടായിരുന്നു. ആ അപാകത കൃത്യമായി തങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഇതിൽ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിൽ DPRലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു പില്ലർ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രോജക്ട് നടപ്പാക്കണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നിർദ്ദേശം നൽകിയത്. ഇത്ര ഉയരത്തിൽ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ഉൾക്കരുത്തുണ്ടാകില്ല. കാരണം ഇതിന്റെ അടിയിൽ ഒരു ജലവിധാനമുണ്ട്. ആ ജലവിധാനം ഇതിനെ വീണ്ടും അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന് നാട്ടുകാരടക്കം പറഞ്ഞെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ അടിയന്തരമായ ഒരു യോഗം ജില്ലാ കളക്ടർ നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസർ ഇവിടെ നേരിട്ട് സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഉണ്ടായ സംഭവം അത് വളരെ വേദനയുണ്ടാക്കുന്നതാണ്. എന്തായാലും ഇതിൽ ആർക്കും അപകടം പറ്റിയില്ല എന്നത് ആശ്വാസകരമാണ്. സംഭവിച്ചതിൽ അന്വേഷണം അത് ദേശീയപാത അതോറിറ്റി നടത്തും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞത് ഇത് ഉടൻ തന്നെ പുനർനിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കും ജില്ലാ ഭരണകൂടം ദേശീയപാത അതോറിറ്റി കടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സ്ഥലത്ത് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ക്യാമ്പ് ചെയ്യുകയാണ്. സാർ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വേഗത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ഇനി ഉണ്ടാവുക? അത് നാളെ മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. പിന്നെ അതില് റീജിയണൽ ഓഫീസർ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. PD പ്രോജക്ട് ഡയറക്ടർ എന്തായാലും പങ്കെടുക്കും. അപ്പോൾ നാളത്തെ യോഗത്തിൽ ഇവിടെ ഇപ്പം ട്രാഫിക് ഡൈവേർഷൻ വേണ്ടിവരും. അതുകൂടാതെ ഇതിന്റെ റീകൺസ്ട്രക്ഷനും റിപ്പയറിങ്ങും ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. അവരിപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറേഞ്ച് ചെയ്യും. ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ. അതെ, അങ്ങനെയാണ് ഇപ്പോൾ റീജിയണൽ ഓഫീസർ പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലേ അത് പറയാൻ പറ്റൂ. സാങ്കേതികമായിട്ടുള്ള ഇതിന്റെ വിശദാംശങ്ങൾ അവർക്ക് മാത്രമാണ്. കാരണം എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിനും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നാളത്തെ യോഗത്തിന് ശേഷം നമുക്ക് അതിന്റെ കാര്യങ്ങൾ തരത്തിൽ മാറ്റം വരുത്തി കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ നാളെയാണ് തീരുമാനിക്കുക. ഓക്കെ. ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത പൂർണ്ണമായും കൈവന്നിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. എന്തായാലും അതിലടക്കം ഈ പരിശോധനയുടെ ഭാഗമായി മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവൂ. ആ പരിശോധനയിലേക്കാണ് ജില്ലാ ഭരണകൂടം ഇനി കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഉടൻ തന്നെ വിളിച്ചു ചേർക്കും. എന്തായാലും നാട്ടുകാരുടെ ആശങ്ക ഇക്കാര്യത്തിൽ പില്ലർ ഉപയോഗിച്ച് തന്നെ നിർമ്മാണം തുടരണം എന്നുള്ളതാണ്. ഇനി ഈ രീതിയിൽ തുടർന്നാൽ അത് അപകടം വീണ്ടും ആവർത്തിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും സ്ഥലത്ത് വലിയ രീതിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം, ഈ വാഹനങ്ങളടക്കം എടുത്തു മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം തുടരുന്നത്. കാരണം ഈ അപകടം തുടർന്നാൽ അത് വലിയ രീതിയിൽ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങൾ മാർഗം ജനങ്ങളുടെ ഒരു രീതി പ്രകോപനമായി ജനങ്ങൾ ഇടപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ക്രമീകരണങ്ങൾ നടത്തി കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ ഇവിടെ എത്തുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഭൂകമ്പ സ്ഥലം നടന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ എന്താണോ സംഭവിച്ചിട്ടുള്ളത് ആ രീതിയിലായിരുന്നു. ഒരുപക്ഷെ ആ വാഹനം നിർത്താതെ ആ വീട്ടമ്മയും ആ സ്കൂൾ ബസ്സിലെ ഡ്രൈവറും അടക്കം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് വലിയ വലിയ ദുരന്തമായിരുന്നു. ഒരുപക്ഷെ അത് ഉണ്ടാകാതെ പോയത് അവരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ്. അവരുടെ ഒരു കുട്ടികളെയൊക്കെ എടുത്ത അപകടം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് വാഹനത്തിൽ നിന്ന് മാറ്റാൻ അവർ കാണിച്ച ധൈര്യം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. എന്തായാലും ഇക്കാര്യത്തിലൊരു അപാകതയുണ്ടെങ്കിൽ അക്കാര്യത്തിൽ പരിഹാരം വേണം എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്, നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും അത് പരിഹരിച്ച് മാത്രമേ ഇനി കൺസ്ട്രക്ഷൻ നടത്തൂവെന്നും നാട്ടുകാരുടെ പറയുന്നുണ്ട്. അരുൺരാജ്, ഇപ്പോൾ അതുവഴി പോകുന്ന യാത്രക്കാർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? യാത്രക്കാർക്ക് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടോ? ദിലീപ് കുമാർ അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ക്രമീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ കരുനാഗപ്പള്ളിയിൽ നടക്കം വരുന്ന വാഹനങ്ങൾ അത് കരുനാഗപ്പള്ളി ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ഭരണിക്കാവ് വഴി കൊട്ടാരക്കരയിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചിന്നക്കടയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുണ്ട്ര വഴി കൊട്ടാരക്കരയിൽ കടന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. അത് കൊട്ടിയം ഭാഗത്താണ് വണ്ടി എത്തുന്നതെങ്കിൽ അത് കണ്ണനെല്ലൂരിൽ നിന്ന് തിരിച്ച് കൊട്ടാരക്കര എത്തി ആയൂർ വഴി ദേശീയപാതയിൽ MG റോഡിൽ കയറി അവിടെ നിന്ന് വേണം പോകാൻ, MC റോഡിൽ കയറി അതുവഴി വേണം പോകാൻ എന്ന നിർദ്ദേശമാണ്. തിരുവനന്തപുരത്ത് നിന്ന് തൽക്കാലം വരുന്ന വാഹനങ്ങൾക്ക് ഡീവിയേഷൻ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല. പകരം തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് ഇപ്പോൾ ഒരു നിയന്ത്രണം ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്ത് ഇപ്പോൾ വീണ്ടും തുടർചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത് താഴേക്ക് വീഴാൻ ഉള്ള സാധ്യതയുള്ളതിനാൽ കളക്ടർ തന്നെ നേരിട്ടെത്തി ഇപ്പോൾ അവരുടെ മാറണം എന്നുള്ള ആവശ്യമാണ് കളക്ടർ തന്നെ ഇക്കാര്യത്തിൽ പറയുന്നത്. കാരണം പോലീസിനെ ഉപയോഗിച്ച് ഈ സ്ഥലത്ത് നിന്ന് പോലീസിനോട് ഈ ജനത്തെ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റാനുള്ള നിർദ്ദേശം കളക്ടർ ഇപ്പോൾ നൽകുകയാണ്. കാരണം തുടർന്നും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം ഇതിന്റെ അടിയിലൂടെ ഒരു ജലവിധാനം കടന്നു പോകുന്നുണ്ട് ദിലീപ് കുമാർ. ആ ജലം പൂർണ്ണമായും ഒരു വശത്തേക്ക് മറികടന്ന് പോകുന്നില്ല. അതുകൊണ്ട് തുടർന്നും അപകടം ഉണ്ടാകാനുള്ള സാധ്യത
ഒരു ഭാഗത്ത് നിന്ന് ആർ അരുൺരാജാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചാത്തന്നൂരിന് സമീപം കുട്ടിയത്തിനും ചാത്തന്നൂരിനും ഇടയിൽ മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ ദേശീയപാത നിർമ്മാണത്തിനിടെ അവിടെ ആ പ്രദേശമാകെ ഒരു ഭൂകമ്പ പ്രദേശം പോലെ തന്നെ റോഡെല്ലാം പൊട്ടിപ്പൊളിയുകയും മണ്ണിടിഞ്ഞ് വീഴുകയുമാണ് ചെയ്തത്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. ദേശീയപാതയിൽ നിരവധി സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ദേശീയപാത നിർമ്മാണം വലിയ വലിയ അപകടങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പാർലമെന്ററി കമ്മിറ്റി തന്നെ കേരളത്തിൽ വന്ന് ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്നാണ് ജനം ചോദിക്കുന്നത്. കേരളത്തിൻ്റെ ഈ സവിശേഷമായ ചില സാഹചര്യങ്ങൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇക്കാര്യം പല സ്ഥലങ്ങളിലും ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണം നടക്കുന്നത് എന്ന ആരോപണം നേരത്തെ മുതൽ തന്നെ പ്രദേശവാസികളൊക്കെ ഉന്നയിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.